ആലത്തൂരിൽ വയോധികയെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ ബി.ജെ.പി. പ്രവർത്തകൻ പൊരുളിപ്പാടം സുരേഷ് പോലീസ് പിടിയിലായിരിക്കുന്നു. പഴനിയിൽ നിന്നാണ് ആലത്തൂർ പോലീസ് സുരേഷിനെ പിടികൂടിയത്. പാടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയെ സുരേഷ് കഴിഞ്ഞ ദിവസം ആക്രമിക്കുകയായിരുന്നു. പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഒളിവിൽ പോയത്. ഇന്നിപ്പോൾ പിടിയിലായിരിക്കുകയാണ്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, വിവരം. ധന്യ, വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വ്യാഴാഴ്ച രാത്രി നടു റോട്ടിൽ ഇരുന്ന് ഈ സുരേഷ് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് 65 വയസ്സുള്ള വയോധിക ഒറ്റയ്ക്ക് താമസിക്കുന്ന ചെറിയൊരു കുടിലേക്ക് ഈ സുരേഷ് അതിക്രമിച്ച് കയറുകയും ഈ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ ബഹളം വെച്ചതോടുകൂടി എൻ്റെ ഭാര്യയല്ലേ എന്നാണ് ഈ ലക്കുകെട്ട സുരേഷ് ഈ വയോധികയോട് ചോദിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. പഴനിയിൽ വെച്ചാണ് ഈ സുരേഷിനെ പോലീസ് സംഘം പിടികൂടുന്നത്. ഈ അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ സുരേഷ് ബി.ജെ.പിയുടെ ഈ പ്രാദേശിക നേതാവും ബൂത്ത് പ്രസിഡന്റുമായിരുന്നു. ഈ ബി.ജെ.പിയുടെ പ്രവർത്തകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പി. നേതൃത്വം രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ ഈ ബി.ജെ.പിയിലേക്ക് വന്ന ആളുകളെ ഷോളിട്ട് സുരേഷ് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വരികയും ചെയ്തു. ഇതുകൂടാതെ അന്ന് മദ്യപിച്ചതിന് ശേഷം ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും ബോർഡുകളും കൊടികളും തകർക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നേരത്തെ ഈ സുരേഷ് കൂടാതെ മറ്റ് 2 പേരെ, അരവിന്ദ്, വിഷ്ണു എന്നീ 2 ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്തായാലും ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സുരേഷിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പീഡന ശ്രമവും ലൈംഗിക അതിക്രമവും അതോടൊപ്പം തന്നെ വധശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിമാൻഡ് ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ധന്യ.